വണ്ടിപ്പെരിയാർ RTO ഓഫീസിന്റെ കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പീരുമേട്ടിലാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 1 മണി വരെയാണ് പരീക്ഷ നടക്കുന്നത്. H-ഉം 8-ഉം എടുത്ത ശേഷമാണ് റോഡിൽ വാഹനം ഓടിച്ചു കാണിക്കേണ്ടത്. പുലർച്ചെ 6 മുതൽ പരിശീലനത്തിനും മറ്റുമായി ഇവിടെ എത്തും. സ്ത്രീകളടക്കമാണ് പരീക്ഷയ്ക്ക് എത്തുന്നത്. ഇവർക്ക് പ്രാഥമിക കൃത്യം പോലും നിർവഹിക്കാൻ സൗകര്യമില്ല. മഴ പെയ്താൽ കുടയില്ലെങ്കിൽ നനയുകയെ നിവർത്തിയുള്ളൂ. ഉദ്യോഗസ്ഥർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് മാത്രമുള്ള ചെറിയ ഷെഡ് മാത്രമാണ് ഇവിടെയുള്ളത്. മഴ കനത്താൽ പരീക്ഷ നിർത്തിവെക്കേണ്ടിയും വരും. പരീക്ഷാർത്ഥികളുടെ കൂടെ വരുന്നവർ മഴയും വെയിലുമേറ്റ് പരീക്ഷ തീരുവോളം നിൽക്കേണ്ടിയും വരും. ഇവിടെ ശുചിമുറിയും വിശ്രമ കേന്ദ്രവും വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പീരുമേട്ടിൽ പ്രവർത്തിക്കുന്ന RTO ഓഫീസിനോട് ബന്ധപ്പെട്ട് പീരുമേട് ഗസ്റ്റ് ഹൗസിന് സമീപമായി വണ്ടി ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് ദിവസം തോറും 100 കണക്കിന് വണ്ടി ഓണർമാർ, വാഹനം ടെസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ, ഡ്രൈവിംഗ് ടെസ്റ്റിങ്ങിനുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾ എത്തുന്ന ഈ പ്രദേശത്ത് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള യാതൊരു ക്രമീകരണമില്ല. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇവിടെ ഒരു പ്രാഥമിക സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ പാറ പൊട്ടിച്ചു നീക്കിയ സ്ഥലം മോട്ടോർ വാഹന വകുപ്പിന് വിട്ടു നൽകിയ സ്ഥലത്താണ് മൈതാനം നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഭൂമി വിട്ടു നൽകാതെ മോട്ടോർ വാഹന വകുപ്പിന് ഉപയോഗിക്കാൻ മാത്രമാണ് റവന്യൂ വകുപ്പ് നൽകിയത്. അതിനാൽ മോട്ടോർ വാഹന വകുപ്പിന് പ്രാഥമിക സൗകര്യമുണ്ടാക്കാൻ കഴിയില്ല. റവന്യൂ വകുപ്പ് ഭൂമി ഉപയോഗിക്കാൻ വിട്ടു നൽകിയതിനാൽ അവരും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ പിന്നോക്കം പോവുകയാണ്. അടിയന്തരമായി ഡ്രൈവിംഗ് പരീക്ഷാ മൈതാനിയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നാണ് പരീക്ഷാർത്ഥികളുടെയും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും ആവശ്യം. അതേസമയം പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾക്കായി തീരുമാനമെടുത്തിട്ടുണ്ട്.